വോട്ടാരും സ്വീകരിക്കും. വോട്ടാരും പിന്നെ ഒന്നും നല്ല വോട്ട് ചീത്ത വോട്ട് കാരണം മാറ്റി വെക്കുന്ന സമ്പ്രദായമല്ല. അപ്പോൾ വോട്ട് ആര് ചെയ്തു എന്നറിയില്ല, എല്ലാവരോടും വോട്ട് ചോദിക്കും. തീർച്ചയായും മഞ്ഞളാംകുഴി അലി എന്ന നിലവിലുള്ള MLA പരാജയപ്പെടുത്തി കുന്നത്ത് മുഹമ്മദിനെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഉറച്ച വിശ്വാസത്തിലാണ്. മങ്കട നിയോജക മണ്ഡലത്തില് ആദ്യഘട്ടത്തില് മത്സരം ഇല്ല എന്നാണ് UDFന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ പറഞ്ഞിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗിലെ ഒരു ഭാരവാഹി തന്നെ അവസാനം LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വന്നു. LDF പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മത്സരത്തിലേക്ക് വന്നു മണ്ഡലമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ശരിക്കും കുന്നത്ത് മുഹമ്മദ് മുസ്ലിം ലീഗിന്റെ നേരത്തെ ഭാരവാഹിയായിരുന്നു. താങ്കൾ ഈ LDFന്റെ പിന്തുണയോടെ മത്സരരംഗത്തേക്ക് വന്നപ്പോൾ ഒരു മത്സരം വേനൽ ചൂടിന് വെല്ലുന്ന ഒരു മത്സരച്ചൂടായി. ആദ്യഘട്ട പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ അവസാനിക്കാറായി. എങ്ങനെയാണ് ജനങ്ങൾ ഇപ്പൊ, പ്രത്യേകിച്ച് താങ്കൾക്കറിയുന്ന ആളുകളാണല്ലോ ഇവിടെ, അവരുടെ പ്രതികരണം എങ്ങനെയാണ്? വളരെ ഉഷാറാണ്, വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ആളുകളുടെ ഒക്കെ പിന്തുണ അറിയിക്കുമ്പോൾ വളരെയധികം സന്തോഷവുമുണ്ട്. താങ്കളെ നേരിട്ടറിയാവുന്ന താങ്കളുടെ നേരത്തെയുള്ള പാർട്ടിയിലുള്ള ആളുകൾ കൂടി താങ്കൾക്ക് പിന്തുണ തരുന്ന തരത്തിലാണ് നേരത്തെ താങ്കളോടൊപ്പമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അവരെയൊക്കെ കാണാൻ പോകുമ്പോൾ അവരെന്താണ് പറയുന്നത്? അവരുടെ മനസ്സ് വായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആ മനസ്സ് വായിക്കാൻ കഴിയുന്നത് ഒരു പ്രതീക്ഷയാണ്. അത് പ്രതീക്ഷ, വളരെയധികം പ്രതീക്ഷ. ഏകദേശം ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നാടിളക്കിയുള്ള പ്രചരണമാണ് ഇനി നടക്കാൻ പോകുന്നത്. മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടോ താങ്കൾക്ക്? പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ മത്സരരംഗത്ത് വന്നിട്ടുള്ളത്. ഏതായാലും ഈ മങ്കട മണ്ഡലത്തിന് ഒരു പ്രത്യേകത കാലങ്ങളായി UDFന്റെ ഒരു ഉറച്ച കോട്ടയാണ്. പല പ്രാവശ്യം CPMന്റെ പാർട്ടി പ്രധാനപ്പെട്ട ആളുകളൊക്കെ മത്സരിച്ചിട്ട് പോലും പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു മണ്ഡലമാണ്. ഇവിടെ ഇങ്ങനെ ഒരു പ്രചാരണത്തിലൂടെ താങ്കൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയ നേട്ടമായി കരുതില്ലേ? ചെറിയ വ്യത്യാസത്തിനാണ് UDF LDF പോകുന്നത്. പെന്തമണ്ണ മങ്കട എന്നുള്ളത് ഇങ്ങോട്ട് പോകുന്നൊരു മണ്ഡലമാണ്. അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. ആ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നതിന് ഇപ്പോൾ പ്രധാന ചർച്ച SDPI കുറിച്ചാണ്. അവര് സ്ഥാനാർത്ഥി ഒന്നും ഇല്ല, പിൻവലിക്കല്, ഇങ്ങനെ കുറെ കഥകളാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കഥകൾക്കാണല്ലോ പ്രാധാന്യം എല്ലാവരും കൊടുക്കുന്നത്. അപ്പൊ അവരുടെ പിന്തുണ താങ്കൾക്ക് ലഭിച്ചേക്കുമെന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നീക്കുപോക്ക് ആളുകൾ പറയുന്നതല്ലാതെ താങ്കളോട് ഞാൻ ചോദിക്കുന്നില്ല. അത്തരം വോട്ടുകളെല്ലാം കിട്ടിയാൽ എല്ലാവരും ഇങ്ങനെ എന്താ പറയാ, വർഗീയവാദികളുടെ വോട്ട് വേണ്ട ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും വോട്ടിന്റെ കാര്യത്തിൽ ആര് ചെയ്താലും കണക്കാണ്. അങ്ങനെ എല്ലാവരുടെയും വോട്ടുകൾ കിട്ടിയാലും താങ്കൾ സ്വീകരിക്കൂലേ? വോട്ടാരും സ്വീകരിക്കും. വോട്ടാരും പിന്നെ ഒന്നും നല്ല വോട്ട് ചീത്ത വോട്ട് കാരണം മാറ്റി വെക്കുന്ന സമ്പ്രദായമല്ല. അപ്പോൾ വോട്ട് ആര് ചെയ്തു എന്നറിയില്ല, എല്ലാവരോടും വോട്ട് ചോദിക്കും. ഇന്ത്യ രാജ്യത്തുള്ള ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് ഒരു സ്ഥാനാർത്ഥിയും ചോദിക്കും, എല്ലാ സ്ഥാനാർത്ഥിയും ചോദിക്കും, പ്രത്യേകിച്ച് നമ്മളും ചോദിക്കും. ചോദിക്കുമ്പോൾ ആർക്കും വോട്ട് ചെയ്യാം, ഇന്നാൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അല്ല. ഈ അവരുടെ ആരുടെയെങ്കിലും പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്, നാട്ടുകാർക്കുള്ള ചോദ്യം. പരസ്യമായിട്ട് പിന്തുണ തന്നിട്ടുള്ളത് ഇടതുപക്ഷമാണ്, ജനാധിപത്യ മുന്നണിയാണ്. അവരെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു അടിയുറച്ച് പിന്തുണ തന്നിട്ടുണ്ട്. അവരെ സ്ഥാനാർത്ഥി പോലെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുന്നത്ത് മുഹമ്മദ് ഇപ്പോൾ CPMന്റെ ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കലുണ്ട്, ബാക്കി ഭാരവാഹികളൊക്കെ ഉണ്ട്. CPMന്റെ നേതാക്കളും പ്രവർത്തകരും താങ്കൾക്കൊപ്പം അടിയുറച്ച് ഒപ്പമുണ്ട്, ഈ രണ്ടു വശത്തുണ്ടെന്ന പോലെയുണ്ട്. അതൊരു പക്ഷേ CPMന്റെ ഇടതുപക്ഷ വോട്ടുകൾ അത് പൂർണ്ണമായിട്ടും സമാഹരിക്കാൻ കഴിയും. അതുകൂടാതെ താങ്കളുടെ നേരത്തെ ഉള്ള പാർട്ടിയിലുള്ള സുഹൃത്തുക്കൾ വോട്ട് ചെയ്യുകയും നേരത്തെ പറഞ്ഞ SDPയുടെ ഒരു പിന്തുണയും കിട്ടിയാൽ ഒരു നല്ല ഭൂരിപക്ഷത്തിൽ താങ്കൾക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് പ്രവർത്തകര് ഞങ്ങളോട് പറഞ്ഞത്. ആ പ്രവർത്തകരുടെ വിശ്വാസം കാക്കാൻ പറ്റില്ലേ? അത് ജനാധിപത്യ വിശ്വാസികൾ എനിക്ക് വോട്ട് ചെയ്താൽ വിജയിക്കുമെന്നുള്ള വിശ്വാസം തന്നെയുള്ളത്. ആ വിശ്വാസം തന്നെയാണ്. ഏതായാലും ഇനിയിപ്പോ പ്രചരണം കടുക്കുകയാണല്ലോ. ഈ പ്രചരണം ഒന്നും കൂടി കടുത്ത രീതിയിലേക്ക് പോകുമ്പോൾ മോഹനം പുളിക്കൽ CPMന്റെ ഏരിയ സെക്രട്ടറി നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു, ജയിക്കുന്ന സ്ഥാനാർത്ഥിയെയാണ് ഈ മങ്കടയിൽ ഞങ്ങൾ അവതരിപ്പിക്കുക. അങ്ങനെ ജയിക്കുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞെങ്കിൽ ജയിക്കും എന്ന ഉറച്ച വിശ്വാസം കൂടി അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. അതുണ്ടാവും, ഉള്ളതുകൊണ്ട് അളവില് നമുക്ക് പിന്തുണ തന്നിട്ടുള്ളത്. അപ്പൊ ജയിക്കുന്ന സ്ഥാനാർത്ഥിയാവും. ജയിക്കുന്ന സ്ഥാനാർത്ഥി പ്രതീക്ഷ ഇല്ലാതെ ആരും ഇതിന് നിൽക്കൂലല്ലോ, സ്ഥാനാർത്ഥിയാവാൻ പോലല്ലോ. അപ്പൊ കുന്നത്ത് മുഹമ്മദ് മങ്കടയിൽ ജയിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ഒക്കെ അംഗീകാരത്തോടു കൂടി ജയിക്കണം എന്നുള്ളത് ഒരു നിലപാടിൽ തന്നെയാണ്. ഏതായാലും ജയിക്കണമെന്ന നിലപാടിലാണ്. നമുക്ക് മോഹനൻ പുളിക്കൽ കൂടിയുണ്ട്. അദ്ദേഹമാണ് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പലരും ഇങ്ങനെ ചർച്ച നടന്നു. എതിർപക്ഷത്തുള്ള ആളുകൾ സ്ഥാനാർത്ഥിയെ തേടി നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും മോഹനൻ പുളിക്കൽ പറഞ്ഞിരുന്നു, ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ മങ്കടയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തോടു കൂടി ഒന്ന്
അഭിപ്രായം ചോദിക്കാം. അപ്പോൾ ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ ഞങ്ങൾ മങ്കടയിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുന്നത്ത് മുഹമ്മദ് മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയായിരുന്നു. അദ്ദേഹത്തിന്റെ ബാക്കി കഥകളിലേക്കൊന്നും കടക്കണ്ട. പക്ഷേ പ്രചരണം ആദ്യഘട്ടം അവസാനിക്കാറായി. ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്താ? ഞങ്ങളുടെ 1-ാം റൗണ്ട് സ്കോഡും ഇന്ന് പൂർത്തിയാവും. മണ്ഡലത്തോടുനീളം 232 ബൂത്തിൽ 1-ാം റൗണ്ട് പര്യടനം ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 15 കേന്ദ്രങ്ങളോട് കൂടി മങ്കട മണ്ഡലം ഒരു റൗണ്ട് പൂർത്തിയാവുകയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇത് വിലയിരുത്തിയപ്പോൾ തീർച്ചയായും വിജയിക്കും. കഴിഞ്ഞ തവണ പിന്നെ ഒരു 5000-6000-ഓളം വോട്ടിനാണ് നഷ്ടപ്പെട്ടത്. അതിനു മുമ്പേ 1500 വോട്ടിനാണ് നഷ്ടപ്പെട്ടത്. നിസ്സാര വോട്ടുകൾക്ക് നഷ്ടപ്പെടുന്ന ഒരു മണ്ഡലമാണ് മങ്കട. തീർച്ചയായും കുന്നത്ത് മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുകളിലേക്ക് നല്ല ഒരു ഭരണാധികാരിയും തെളിയിച്ചിട്ടുണ്ട്. 8 വർഷത്തോളം മുസ്ലിം ലീഗിന്റെ മങ്കട ബ്ലോക്ക് പ്രസിഡന്റുകളിലേക്ക് അദ്ദേഹം നല്ല കഴിവ് തെളിയിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെതായ കുറേ വോട്ടുകൾ ഞങ്ങൾ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ടും അദ്ദേഹം സമാഹരിക്കുന്ന വോട്ടും വന്നാൽ തീർച്ചയായും മഞ്ഞളാംകുഴി അലി എന്ന നിലവിലുള്ള MLA പരാജയപ്പെടുത്തി കുന്നത്ത് മുഹമ്മദിനെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ. കേരളത്തില് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് UDF അനുകൂലമായ ഒരു കാറ്റ് വീശിയായിരുന്നു. ആ കാറ്റിൽ പല സ്ഥലങ്ങളൊക്കെ കടപുഴകിയൊക്കെ പോയി. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇത് വേറെയാണ്. അത് വേറെ തലത്തിലാണ് ചിന്തിക്കുക. ആദ്യമൊക്കെ UDF വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്, അത് ഈ തവണ ഞങ്ങളെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വേറെ ആവുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ അസ്ഥാനത്താവില്ലെന്നായിരിക്കും പ്രവർത്തകർക്ക്. ഒരു തരത്തിലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകൾ തമ്മിൽ താരതമ്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറെ, അസംബ്ലി തെരഞ്ഞെടുപ്പ് വേറെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വേറെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ പ്രശ്നം എന്താ? കേരളത്തിൽ 3-ാം തവണ LDF ഭരണം. ഇത് കേരള ജനത തീരുമാനിച്ചു കഴിഞ്ഞു. LDFന്റെ തുടർ ഭരണം. അങ്ങനെ തുടർ ഭരണം സഖാവ് പിണറായി മുഖ്യമന്ത്രിയായി വീണ്ടും കേരളം ഭരിക്കുമ്പോൾ മങ്കടയിൽ നിന്നൊരു MLA. മങ്കട വളരെ പുറകിലാണ് കേരളത്തിൽ. വികസനത്തിന് താഴോട്ടെടുക്കുകയാണെങ്കിൽ 2-ാം സ്ഥാനത്താണ്. 138-ാം സ്ഥാനത്താണ് വികസന കാര്യത്തിൽ. ഈ മണ്ഡലത്തിന്റെ ചരിത്രം മാറ്റണം. കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളോടൊപ്പം മങ്കടയും കുതിക്കണം. അപ്പൊ പിണറായിയുടെ 3-ാം ഭരണം നടക്കുമ്പോൾ മങ്കടയിൽ ഒരു ഇടതുപക്ഷ MLA, ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന MLA ജയിക്കും. മങ്കട വികസനത്തിന്റെ കൊടുമുടികൾ കയറും. വളരെ ആത്മവിശ്വാസത്തിലാണ് മോഹനൻ പുളിക്കലും അതുകൂടാതെ സ്ഥാനാർത്ഥിയൊക്കെ. ഏതായാലും മങ്കടയിലെ ശരിയാണ്, നേരത്തെ വലിയ ഭൂരിപക്ഷത്തിനൊന്നും അല്ല UDF ജയിക്കാറ് കഴിഞ്ഞ 2 പ്രാവശ്യവും. അപ്പോൾ ഈ കുന്നത്ത് മുഹമ്മദിന്റെ സ്നേഹിതന്മാരായ കുറെ ആളുകളുണ്ട്. നേരത്തെ അദ്ദേഹം ഇരുന്ന പാർട്ടിയിലെ ആളുകൾ, അവർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ഇടതുപക്ഷത്തെ വോട്ടുകൾ മുഴുവനായി സമാഹരിക്കാനും കഴിഞ്ഞാൽ മാത്രമല്ല SDPI പോലെ ആളുകളൊക്കെ ഒരുപക്ഷെ പിന്തുണച്ചേക്കുമെന്നും ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ബാക്കിയൊന്നും പൂർണ്ണമായിട്ട് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ UDFന്റെ എല്ലാ പ്രതീക്ഷയും തകർന്ന് തരിപ്പണമായി ഈ LDFന്റെ കുന്നത്ത് മുഹമ്മദ് ഇവിടെ വിജയിച്ച് കയറുമെന്നാണ് പരക്കെ LDFന്റെ പ്രവർത്തകർ പറഞ്ഞത്. ഇപ്പോഴേ മോഹനൻ പുളിക്കലും സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് കൂടി അത് വ്യക്തമായി ഊന്നി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മത്സരം ഒന്നും കൂടി മുറുകയല്ലേ, അവസാനം എന്താവുന്ന ഫലം വരുന്നവരെ നമുക്ക് കാത്തിരുന്നല്ലേ പറ്റൂ. ജനമല്ലേ തീരുമാനിക്കുന്നത്. ക്യാമറാമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ 150 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ രജത ജൂബിലി കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക സമുച്ചയം മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. കൂടെയുണ്ട് കരുതലായി.